വന്നപ്പോ മുതൽ തുടങ്ങിയ തലവേദന ഇത്. താൻ നടക്കണോ? കാട്ടില് നമ്മുടെ വാശും ചാരായോ അതിവിടെ ഈ അടിവാരത്തെത്തണം. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കുട്ടിയെ കൂടടാ. അതെന്നാ മുതലാളി ഒരു കോപ്പിലെ വർത്താനം. നിന്റെ കൂടെ ഏതാ പുതിയൊരു ചെക്കൻ? എന്നതാ അവന്റെ പേര്? ആ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവനെയും കൂടെ കൂട്ടിക്കോ. ആ വേടനെ. എന്റെ മുതലാളി ഒന്ന് പയ്യപ്പറ. ഞാൻ അവനൊരു പണി ഏൽപ്പിച്ചേക്കാം. കൊറക്കം തിരിച്ചിലും കഴിഞ്ഞേ ഇന്നൊന്ന് കൈ കിട്ടിയേ. എന്തായാലും കാര്യം നടക്കണം. മുതലാളി ഒന്ന് പോയേ. ഞാൻ അത് ആദ്യമായിട്ടാണല്ലോ. പീറ്ററെ, എടാ പീറ്ററെ. നീയല്ലടാ പറഞ്ഞേ ഈ എഞ്ചിനൂരാതെ എടുക്കാൻ കിട്ടില്ലാന്ന്. എടുക്കടാ, ഈ പീറ്റർ എടുത്തടാ, കൊണ്ടുപോയി തിന്നടാ. നീ വേഗം കട അടച്ചു വരാൻ നോക്ക്. വേറൊരു പണി ഒത്തു കിട്ടിണ്ടേ. ഓ ഈ എനിക്കൊന്നും വേല. ഇനി വേറെ പണിക്ക് കുറച്ച് പൈസ കിട്ടണ കേസാടാ. സംഗതി ഇന്നല്ലെങ്കിൽ നാളെ ചാവേണ്ടവൻ തന്നെയാ പീറ്റർ. ഇതിപ്പോ നമ്മുടെ പണി എളുപ്പമെന്നേ ഞാൻ പറയൂ. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതൊന്നുമല്ല. ആ പെണ്ണെങ്ങനെ ആ ആദിവാസി ചെക്കനെ ഇഷ്ടത്തിലായില്ല. അത് നമ്മുടെ കട്ടക്കയം പള്ളിയിലെ പെരുന്നാളുണ്ടായ തല്ല സാറേ. തല്ലെന്നൊക്കെ പറഞ്ഞ ഒരൊന്നൊന്നര തല്ല്. തല്ല് തുടങ്ങിയതോ കറന്റും പോയി.
എന്നാടി നോക്കണേ? നീ എന്നാത്തിലാ എന്നെ നോക്കണേ? ടീച്ചറെ എന്നെ കൊണ്ട് കാട്ടിക്ക്. നിനക്കെങ്ങനെ എന്റെ പേരറിയാ? അതൊക്കെ അറിയാം, നീ കൊണ്ടുപോ. അപ്പൊ ഞാൻ വിളിച്ചാ നീ എന്റെ കൂടെ വരുമോ? ആദ്യം നീ കൊണ്ടുപോന്ന് പറ. ആ കൊണ്ടവാ. എന്നാ ആ കയ്യിങ്ങതാടാ. അല്ല പോണ വഴിക്ക് നിന്നെ ഞാനങ്ങ് കൊന്നാലോ? അപ്പൊ പിന്നെ കൊന്നാ അങ്ങട് ചാവും. അല്ലാണ്ട് ചത്തിട്ട് ജീവിക്കാനുള്ള മന്ത്രമൊന്നും എനിക്കറിയില്ല. നിനക്ക് പോയിട്ടുള്ള തിരക്കുണ്ടോ? ഞാനതൊന്ന് ശരിയാക്കട്ടെ. ദേ പീറ്ററെ, ഇതെന്നതാ? എന്നതാ ഇത്? നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ എടുത്തേ? നീ അതവിടെ വെച്ചേ. പീറ്ററെ, ഇതെന്താന്നാ ചോദിച്ചേ? പീറ്ററെ, ഞാൻ പറയാം. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് വലിയൊരു അനീതിക്കെതിരെയുള്ള കലാപമാണിത്. എല്ലാവരും സഹകരിക്കണം. ദേ പീറ്ററെ, വണ്ടി എടുക്കടാ. ഒക്ടോബർ 4-ാം തീയതി തിരിച്ചറിയിച്ചോളാവണം. ആദിവാസി ഭൂനിയമ ഭേദഗതി പിൻവലിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയോട് നിയമവ്യവസ്ഥയോടും നീതി പുലർത്തണം. മനുഷ്യാവകാശ ധാരണകൾക്കെതിരായ ആദിവാസി ഭൂസാക്ഷരതാ ഭേദഗതി നിങ്ങൾ റദ്ദാക്കണം. ഈ പ്രശ്നം ജനങ്ങൾ അറിയണം. കളക്ടറെ ബന്ദിയാക്കാൻ ഞങ്ങൾക്ക് തോക്കോ ബോംബോ ആവശ്യമില്ല. കളിത്തോക്കും നൂൽ ബോംബും ഈ PVC പൈപ്പ് മാത്രം മതി. ഈ വിപ്ലവം ആരുടെ ചോര വീട്ടാനുള്ളതല്ല, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഓ ചേട്ടാ, പിന്നാലെ പോലീസ്. ഇവനെ കത്തിച്ചു വിടറാ. അവര് പിന്നാലെ തന്നെ ഉണ്ട്. ദേ പീറ്ററെ, അവര് വണ്ടി നമ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പീറ്ററെ, ഈ വണ്ടിയും കൊണ്ടുവന്ന് നീ സൂക്ഷിക്കണം. നമ്മളെ നീ ഇവിടെ ഇറക്കിക്കോ. ഇവിടെ ഈ വണ്ടി നിർത്തണം. അപ്പോ ഈ നാട്ടാര് പറയണതോ നിനക്ക് ചാരായക്കടത്തും കള്ളവാച്ചുവാണെന്ന്? നാട്ടുകാര് അവർക്ക് എന്താ പറയാൻ പറ്റാത്തത്? പിന്നെ നീ എന്നാത്തിനാ ആ ജോയുടെ കൂടെ പണിക്ക് പോകുന്നേ? എനിക്കത് ഇഷ്ടല്ല. അയാള് ശരിയല്ല പീറ്ററെ. സത്യം പറഞ്ഞ ഞാൻ എപ്പോ വേണേലും പിടിക്കപ്പെടാം. അതുവരെ ആരുടെ കണ്ണി പെടാതെ ഒളിച്ചിരിക്കാം. എനിക്കൊരു ഒളിസ്ഥലം വേണം. വണ്ടിപ്പണി വരണോണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി. അപ്പോ നീ പള്ളിക്കൂടത്തിലൊന്നും പോയില്ലേ? കാടറിഞ്ഞു വന്ന എന്നെ ആരോടോ പള്ളിക്കൂടത്തേക്ക് എത്തിയ. ഇനി പഠിക്കാൻ തീരുമാനിച്ചാൽ തന്നെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കും അവര്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാം.
തല കറങ്ങുന്നുണ്ട് ടീച്ചറെ. ഓ, തലകറക്കം. പഠിച്ച് വായിച്ചിട്ടൊന്നല്ലല്ലോ. ടീച്ചറെ, അവൻ ഇന്നലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. എന്താടാ, നിരാഹാര സമരമല്ലാണോ? വാതൊന്ന് പറയണേ എന്നതാച്ചാ. ടീച്ചറെ, അവൻ മെസ് ഔട്ടാണ്. മെസ് ഫീ കൊടുക്കാനിട്ട്. എന്താടാ, നിനക്ക് ഫീസ് അടച്ചൂടെ? ആകല്ല സ്കോളർഷിപ്പാ ടീച്ചറെ. മെസ് ഫീസ് ഒക്കെ അതിന്നാ പോകുന്നേ. ഇത്തവണ സ്കോളർഷിപ്പ് വന്നിട്ടില്ല. അതെന്താ? ബാക്കി എല്ലാവർക്കും വന്നിട്ടല്ലോ. എനിക്ക് വന്നിട്ടില്ല. ടീച്ചറെ, നീ കഴിക്കാതിരിക്കേ. അതെന്റെ വിഷയമല്ല. എന്റെ ക്ലാസ്സിൽ ഇറങ്ങിയ ഞാൻ വിളിച്ച് പുറത്താക്കേ. ശരി ടീച്ചറെ. നമ്മളെവിടെ നിർത്തിയേ? മഹാത്മാ അയ്യങ്കാളി. ആ, അത് പോട്ടെ. ഇനി നമുക്ക് പൊയ്കയിൽ അപ്പച്ചനെ കുറിച്ച് പഠിക്കാം. ടീച്ചറെ, അതാരാണ് ഈ പൊയ്കയിൽ അപ്പച്ചൻ? അതോ പൊയ്കയിൽ അപ്പച്ചൻ? ആ, അതിനടുത്ത ക്ലാസ് എടുക്കാം. പിന്നെ ഭക്ഷണം കഴിച്ച് ക്ലാസ് ആരും വൃത്തികേടാക്കാൻ നിൽക്കരുത്. ഇവൻ ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടാ? കാടിറങ്ങി വന്നിരിക്കാ ഇവിടെ ഒന്ന് പട്ടിണി കിടക്കാൻ. ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്നു വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനൊരു സമ്മാനം കൊടുത്താലോ? എന്ത് സമ്മാനം? 2 ദിവസമായിട്ട് പട്ടിണിയല്ലേ? നമ്മുടെ എച്ചിന് മുഴുവൻ നമുക്ക് അവന് സമ്മാനമായിട്ട് കൊടുക്കാം. അത് കൊള്ളാം. പീറ്ററെ, ആ അവിടെ കഴിക്ക്. നിങ്ങളൊക്കെ എന്നോട് പിന്നേന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ നിങ്ങൾ തന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ? നീ കഴിക്കടാ. അല്ലടാ പീറ്ററെ, നീ വീട്ടിൽ എന്നതാ കഴിക്കാറ്? അത് കിട്ടണ പോലെ എന്ത് കിട്ടിയാലും കഴിക്കും. ഓ, എന്ത് കിട്ടിയാലും കഴിക്കും. ആ, എന്നാ നീ ഇതൊക്കെ കഴിച്ചോടാ. അവരെന്നെ കൊണ്ട് ഉപദ്രവിച്ചാർന്നേ. എനിക്ക് വയ്യമ്മേ. എല്ലാം എന്നെ തന്നെ നോക്കുന്നത്. നീ എന്നെ തന്നെ പറയുന്നേ. അമ്മേ, ഞാൻ ഈ പള്ളിക്കൂടത്തെ പോകത്തില്ല. അമ്മേ, പീറ്ററെ, അമ്മേ, ഞാൻ പോവാണ്. പേടിക്കരുത്.
പഠിച്ച് ഒരു കളക്ടർ, എന്നിട്ട് ഞാൻ നിന്നെ പഠിപ്പിക്കും. പിന്നീട് നമ്മൾ ഒരുമിച്ച് ജീവിക്കും. നീ ആ കയം കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ട്. ആരും ഇല്ലാത്ത നേരത്ത് ഈ കയമാണ് എനിക്ക് കൂട്ട്. നിനക്കറിയോ, ഈ പ്രണയിക്കുന്നവരൊക്കെ എപ്പോഴും ഒരുമിച്ചുണ്ടാവും ഇത്രേ. മരിച്ചു കഴിഞ്ഞാലും അവരിവിടൊക്കെ തന്നെ ഉണ്ട്, ഈ കയത്തില്, ഈ കട്ടക്കയത്തില്. ശരിക്കും ഞാൻ വെറുതെ പറഞ്ഞതല്ലടി. രാത്രി ലോഡർക്ക് തിരിച്ചു വരുമ്പോ ഞാൻ ആ കയത്തിന്റെ മുന്നിലെത്തിയ ഈ തൂണേക്കല്ലായിരിക്കും. ഒപ്പ് കേക്കാം പ്രണയിക്കുന്നവരുടെ കളിയും ചിരിയൊക്കെ. അതിലെല്ലാ തരം മനുഷ്യരും ഉണ്ട്, ആണും പെണ്ണും, വെളുപ്പും കറുപ്പും, പ്രായമായവരും കൊച്ചുങ്ങളും എല്ലാവരും. വീണ, നീ ആ കയത്തിൽ വീണെടുക്കണ പൂക്കൾ കണ്ടിട്ടുണ്ടോ? പീറ്ററെ, നീ എന്താ എനിക്കതിന്നൊരു പൂ എടുത്തു തരുമോ? പാലപ്പൂവിന്റെ മണമുള്ളോള്, പാതിരാക്കാറ്റിന്റെ കുളിരുള്ളോള്, നീലന്റെ നിറമുള്ളോള്, നീർമണിത്തുമ്പിൻ തെളിവുള്ളോള്. ചോദിച്ചാ ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ, തന്റെ തോന്നിയാ ഇവളോട് കാണിക്കരുത്. നീ എത്തിക്കോടാ, പക്ഷേ എനിക്കൂടെ തരണം, ഞാനും കൂടി തിന്നട്ടെ. നീ ആ പടക്കി വളയം പിടിച്ച കാര്യം നോട്ടാരെല്ലാം അറിയേ. ഒരു തവണ ഞാൻ പറഞ്ഞതാ, നിന്നെ ഞാൻ എടുത്തോളാം, ശരിയാക്കി തരാൻ. പീറ്ററെ, അയാൾ വീട്ടിൽ പറയോ? ഇല്ല, അവൻ പറയില്ല. നീ വീട്ടിൽ പൊക്കോ, ഞാൻ ഇതൊന്ന് ഒതുക്കട്ടെ. പീറ്ററെ, എടാ ജോയെ, ശ്ശെ, ഈ കട അടച്ചിട്ട് ഇവന്മാരിത് എവിടെ പോയി കിടക്കുക? ജോയെ, ചേട്ടന്നാലറണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്ന അടിയട വരണം. മുതലാളി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയടാ. പീറ്റർ എന്താ പണിക്ക് വരാത്തെന്നറിയോ? അത് നമ്മള് കൂലി കൂട്ടിക്കൊടുക്കാത്തോണ്ടല്ലേ. അവൻ വന്നില്ലേ എന്റെ തടി കാട്ടിക്കിടക്കുന്ന അവന്റെ വിചാരം. എന്നാലേ ഇതൊന്നല്ല, പിന്നെ എന്നടാ ഇത് പ്രേമാണ്, ദിവ്യ പ്രേമം. കൊച്ചാരാന്ന് പറഞ്ഞാലേ മുതലാളി കെട്ടും. ഒന്ന് പറഞ്ഞു തുറക്കടാ. മോള് വീണ, അവളാ അവളുടെ കറക്കെന്തെന്നറിയോ മുതലാളിക്ക്?
പറയടാ. എടാ, കാര്യങ്ങളൊക്കെ എളുപ്പമായി. നീ നാട്ടിൽ പോയി ഇതൊക്കെ കുറച്ച് കൂട്ടി പറ. അവരെ ഒരുമിച്ച് കണ്ടെന്നോ കൂടെ കിടന്നെന്നോ പിന്നെ ആ ജീപ്പ് നമ്പർ അത് നീ എവിടെയാ പറയണ്ടേന്ന് ഞാൻ നിനക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാ മുട്ടിക്കടാ. മനുഷ്യന്മാരായാലും കുറച്ചൊക്കെ ദൈവവിശ്വാസം വേണം. അതിനെങ്ങനെ ആ ചെക്കന്റെ തലയിൽ മാമൂദിസ വെള്ളം പോലും വീണിട്ടില്ല. ആ പെണ്ണിനേലും കുറച്ച് ബോധം വേണം. പഠിപ്പിക്കുന്ന സാറന്മാരും ടീച്ചർമാരും പറഞ്ഞാൽ മതിയല്ലോ, അവരല്ലേ മാതൃക. ഇനി എന്നെ വിശ്വസിച്ച എന്റെ കൊച്ചുങ്ങളെ ഞാൻ പള്ളിക്കുട്ടിയേക്ക് പറഞ്ഞേക്കുന്നേ. കണ്ട കാട്ടിലും വീട്ടിലും കയറി ആദോ ഹബ്യം കളിക്കണത് നാട്ടുകാരും കാണലെന്ന രണ്ടിന്റെ വിചാരം. കറുത്തതാണേലും കുറിയതാണേലും എന്നാ ചെക്കനൊത്തൊരാണല്ലേ അവക്കങ്ങ് ബോധിച്ചു കാണും. ഇതുവരെ ശരിയായില്ലേ? പിന്നപ്പോ അവൻ ഒറ്റക്കല്ലല്ലോ, കൂട്ടിനൊരു പട തന്നെ ഇല്ലേ? എന്തത് മുറുകാത്ത്? മുറുകി മുറുകി ഒന്ന് നിന്നെ. ക്ലാസ്സുകാരനാടി ഇത്ര വൈകിയേ? അത് നീ എന്തൊക്കെ കാണിച്ചു കൂട്ടി വെച്ചേക്കുന്നേ? പീറ്റർ, അവരെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലും നല്ല അവൻ ഉച്ച തൈത്തടി ഓരോരെ കേൾപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് കൂടിയാ അവരിങ്ങനെ ആക്കിയത്. ഇനി ഞങ്ങൾ എന്താ ചെയ്യുമെന്ന് നിങ്ങൾ കണ്ടാ മതി. ചതി പോയി വീടാ തിന്നത് നെഞ്ച് ജീവിതം. വീണേ പച്ചക്ക് കത്തിക്കോടാ രണ്ടിനെ. ഇതൊന്ന് പേടിക്കാതെ. കയം, കട്ടക്കയം. പീറ്ററെ, നിനക്ക് പേടിയുണ്ടോ? പീറ്റർ അത് ശരിയാ സാറേ, അവരാ കയത്തിൽ എന്നെ പോയിണ്ടാവും. ശരിയാ, പാലം വരെ ഞങ്ങളും അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അവരെ കണ്ടിട്ടില്ല. എന്റെ സാറേ, ഈ ചളി പൂണ്ടുപോയാലേ പിന്നെ കിട്ടാൻ പോടില്ല. സാറേ, ഞാൻ ഇന്നലെ ഒരു വണ്ടിയുടെ വെളിച്ചം അക്കായത്തിന്റെ കയറി പോണ കണ്ട്. ഒന്ന് പോടാ അവിടുന്ന്, ഭ്രാന്ത് പറയാണ്ടേ. എന്റെ സാറേ, അക്കായത്തിൽ വിടാരും ഇതുവരെ
കണ്ടിട്ടില്ല. സാറേ, വേണ്ട ജീപ്പ്. നീതിക്കു വേണ്ടിയുള്ള ചില പോരാട്ടങ്ങൾ, ആശയങ്ങൾ, വഴിമാറി സഞ്ചരിക്കുന്ന ചില വിപ്ലവ ചിന്തകൾ, അവ ചെന്നവസാനിക്കുന്നത് വലിയ കയങ്ങൾക്ക് മുന്നിലാകാം. പക്ഷേ അവ എന്നേക്കുമായി ആണ്ടുപോവുകയില്ല. പ്രതീക്ഷകളും ചിന്തകളും ഊടുവഴികളിലൂടെ കാടുകയറിക്കൊണ്ടേയിരിക്കും.